ഒരു പിടി പ്രലോഭനങ്ങളുമായി അൾത്താരയുടെ പടവുകൾ ചവിട്ടി നെഞ്ചിൽ കനക്കുന്ന കഥനഭാരവുമായി ആ ബലിപീഠത്തിന് മുന്നിൽ മുട്ടുകുത്തി കണ്ണുകൾ കരകവിഞ്ഞൊഴുകുന്നു. കെടാവിളക്കിന്റെ നേർത്തരശ്മികൾ തഴുകി നിൽക്കുന്ന ക്രൂശിതനയിൽ മിഴിയണകൾ ഉറച്ചു. കണ്ണുകൾ മുറകെ അടച്ച്, ഇല്ല ഈശോയെ, ഇനി വയ്യ. ശരീരം മുഴുവൻ പാപത്തിന്റെ മുറിവാണ്. കറപുരണ്ട ഈ കൈകളിലല്ലേ നിന്നെ ഉയർത്തേണ്ടത് ഞാൻ. വേണ്ട, യോഗ്യനല്ല, ബലഹീനനാണ് ഞാൻ. ഞാൻ മടങ്ങുവാ. മെല്ലെ മിഴി തുറന്നു. രക്തം മണക്കുന്ന അൾത്താര മുന്നിൽ കുരിശിന്റെ പാതയിലെ ക്രിസ്തു. പൊട്ടിയൊലിക്കുന്ന ശരീരം, ചമ്മട്ടിയുടെ കൂർത്ത അഗ്രങ്ങൾ, വലിച്ചു പറിച്ച ശരീരപേശികൾ, നെഞ്ചു തുളച്ച് വാരിയെല്ലുകൾക്കിടയിലൂടെ കുത്തി തുറക്കപ്പെട്ട ഹൃദയം. കണ്ണു നിറഞ്ഞപ്പോൾ ഇറ്റ് വീണ് രണ്ടിറ്റ് കണ്ണുനീർ. മുറിവിൽ തേച്ച ഉപ്പുപോലെ ഉടലിനെ ചുട്ടുപൊള്ളിക്കുമ്പോഴും അവനൊന്ന് കുനിഞ്ഞു ചെവിയിൽ മന്ത്രിച്ചു, സാരമില്ല, ഞാനില്ലേ. ഞാൻ വിളിച്ചപ്പോൾ വരാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടായില്ലേ, അത് മതി. അപ്പോഴാ ശരിക്കും ശരിക്കും ഞാൻ കരഞ്ഞുപോയത്. Intercession for India. Intercession for India. വിളവധികം വേലക്കാരോ ചുരുക്കം. അതിനാൽ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. വിശുദ്ധ മത്തായി 9:38. അനേകം ഹൃദയങ്ങളുടെ കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെയും ത്യാഗങ്ങളുടെയും ഫലമാണ് ഒരു ദൈവവിളി. പല നൂറ്റാണ്ടുകളായി കരഞ്ഞും തപിച്ചും പ്രാർത്ഥിച്ച ഒരു ഇസ്രായേൽ ജനത്തിന് മുന്നിലാണ് ജന്മസാഫല്യം എന്നോണം പുത്രനെ നൽകുവാൻ ദൈവം തയ്യാറാകുന്നത്. അങ്ങനെയെങ്കിൽ ഈശോയിലേക്ക് വളരുവാൻ വിളിക്കപ്പെടുന്ന ഓരോ പുരോഹിതന് പിന്നിലും ഉരുകി ഒഴുകുന്ന കണ്ണുനീർ കണങ്ങളുണ്ട്. അതിനാൽ തന്നെ ആഗ്രഹം കൊണ്ടോ യോഗ്യതകൾ കൊണ്ടോ ജീവിതത്തിൽ വിരുന്നെത്തുന്ന ഒന്നല്ല ദൈവവിളി, മറിച്ച് ഭൂമിയിലെ ഒരു പിടി മനുഷ്യ മക്കളുടെ പ്രാർത്ഥന ശ്രവിച്ച ദൈവം നൽകുന്ന വലിയ സമ്മാനമാണിത്. മൺപാത്രത്തിനുള്ളിൽ നിക്ഷേപിക്കപ്പെട്ട മനോഹരമായ ഒരു നിധി. അങ്ങനെ ദൈവജനത്തിന്റെ കണ്ണുനീരിന്റെ വിലയാണ് ഓരോ പുരോഹിതനുമെങ്കിൽ അവനൊരു പരാർത്ഥ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടവനാണ്. ദൈവജനത്തിന് വേണ്ടി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവൻ. ഇവിടെ സ്വകാര്യ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഒന്നും സ്ഥാനമില്ല. മറിച്ച് ദൈവജനത്തിന് വേണ്ടി ദൈവത്തോട് പരിഭവം പറയുവാനും സങ്കടപ്പെടാനും കലഹിക്കുവാനും പാപപരിഹാരം ചെയ്യുവാനും ഹിതമാരായാനും ത്യാഗ സഹിക്കുവാനും വേർതിരിക്കപ്പെടുന്ന ഒരു ജീവിതം മാത്രം. അതാണ് പ്രിയമുള്ളവരെ പുരോഹിതൻ. പിന്നെ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരം. ഈശോയുടെ കയ്യിലെ തൂവെള്ള ഓസ്തി കണക്കുള്ള കുറച്ച് ജീവിതങ്ങൾ അവൻ അവരെ എടുത്തുയർത്തി ആശീർവദിക്കുന്നു. പിന്നെ രക്തം കിനിയുവോളം മുറിക്കുന്നു. ഒടുവിൽ ഒരു ജനസമൂഹത്തിലേക്ക് വിളമ്പി നൽകുന്നു. എന്നിട്ട് അവൻ പറയും, ഇത് ഞാൻ തന്നെയാണ്. ഈശോയുടെ കരങ്ങളാൽ എടുക്കപ്പെടുന്നവർ, ഈശോയുടെ കരങ്ങളാൽ ആശീർവദിക്കപ്പെടുന്നവർ, ഈശോയുടെ കരങ്ങളാൽ മുറിയപ്പെടുന്നവർ, ഈശോയുടെ കരങ്ങളാൽ വിളമ്പി നൽകപ്പെടുന്നവർ. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു. വിശുദ്ധ മർക്കോസ് 13:13. ഈ ലോകത്തിൽ കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. എങ്കിലും അവരിൽ ചിലർ മാത്രം ബലിപീഠത്തെ ലക്ഷ്യമാക്കി യാത്രയ്ക്ക് ഒരുങ്ങുന്നു. ഈശോ തെരഞ്ഞെടുത്ത ചിലർ. ഒന്ന് ഓർത്തു നോക്കണം, എത്ര മനോഹരമായാണ് ഈശോ നമ്മെ പരിപാലിക്കുന്നതെന്ന്, വിളിക്കുന്നതെന്ന്. എന്തുമാത്രം സ്നേഹമാണ് അവൻ വിളമ്പി നൽകിയതെന്ന്. നീ ആദ്യം ജന്മമെടുത്ത് ഈശോയുടെ സ്വപ്നങ്ങളിലാണ്. പിന്നെ നിന്നെ ഭൂമിയിലേക്ക് അയക്കുവാൻ നിന്റെ മാതാപിതാക്കളെ തിരഞ്ഞെടുത്തു. ജനിച്ച നിമിഷം മുതൽ കണ്ണിമ വെട്ടാതെ നിനക്ക് വേണ്ടി കാവലിരുന്നു. നീ തെറ്റ് ചെയ്യുമ്പോൾ നെഞ്ചുപൊട്ടി കരഞ്ഞു. നീ നന്മ ചെയ്യുമ്പോൾ ഉള്ളം നിറഞ്ഞ് സന്തോഷിച്ചു. നീ പാപം ചെയ്ത് ഇടറിയപ്പോഴെല്ലാം തിരിച്ചു വരവിന്റെ പ്രതീക്ഷകളും പേറി അവൻ കാത്തിരുന്നു. ഇപ്പോ നീ വരികളിലൂടെ കടന്നു പോകുമ്പോഴും അവൻ നിന്റെ അടുത്തിരിപ്പുണ്ട്. വലം കൈ നിന്റെ തോളിലിട്ട് നിന്നെ ചേർത്ത് പിടിച്ച് ഒന്ന് കണ്ണടച്ചിരുന്നേ. അവന്റെ നിശ്വാസം നിന്റെ കാതുകളെ സ്പർശിക്കുന്നില്ലേ? എന്നവാ ഈശോ തിരഞ്ഞെടുത്തവരിൽ, അവന്റെ കരങ്ങളിൽ എടുക്കപ്പെട്ടവരിൽ നിന്റെ പേരുമുണ്ടെന്ന് ഓർത്തുകൊള്ളുക. കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുവാനും സമൂഹത്തിന് മുന്നിൽ നിന്ന് സേവനമനുഷ്ഠിക്കുവാനും ഇസ്രായേലിന്റെ ദൈവം സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിസ്സാര കാര്യമാണോ? സംഖ്യ 16:9. ക്രിസ്തുവിന്റെ വിളി തനിക്കുണ്ടെന്ന് ബോധ്യമാകുന്ന ഒരുവൻ പിന്നെ എത്തുന്നത് പൗരോഹിത്യ പരിശീലന കളരിയിലേക്കാണ്. ഒരുവൻ ഈശോയുടെ കൈപിടിച്ച് നടക്കാൻ തന്നെ അയച്ചവന്റെ ഹൃദയത്തോട് താതാത്മ്യപ്പെടുവാൻ കരുത്തു കാണിക്കുന്നിടം, അതാണ് സെമിനാരികൾ. ഒരു നീണ്ട ധ്യാനോപാസന,
തിരുത്തലുകളിലൂടെ, സഹനങ്ങളിലൂടെ, ത്യാഗങ്ങളിലൂടെ, സമർപ്പണത്തിലൂടെ കൃപയാകുന്ന ചിതൽപുറ്റിനെ മേനിൽ പുണരാൻ അനുവദിച്ചുകൊണ്ട് ഒരു ധ്യാനോപാസന. ഒടുവിൽ ഹൃദയത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ളവരായി നാം മാറുകയാണ്. പിന്നെ ആശിച്ചും മോഹിച്ചും കാത്തിരുന്ന നിമിഷം സർവ്വമാലാഹമാരുടെയും വിശുദ്ധരുടെയും പരിശുദ്ധ അമ്മയുടെയും അകമ്പടിയോടെ ഈശോ ശിരസിൽ കൈവച്ച് ആശീർവദിക്കുന്നു. പിന്നെ കൈപിടിച്ച് നിയോഗ ഭൂമികളിലേക്ക് പറഞ്ഞയക്കുകയാണ്. സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കയില്ല. വിശുദ്ധ ലൂക്ക 14:26. അനുഷ്ഠിക്കപ്പെടാനോ അനുസ്മരിക്കപ്പെടാനോ മാത്രമുള്ളതല്ല ക്രിസ്തുവിൻ്റെ ബലി, മറിച്ച് ശരിയായ അർത്ഥത്തിൽ ആവർത്തിക്കപ്പെടേണ്ടതാണത്. അതിനർത്ഥം ഓരോ പുരോഹിതനും മറ്റൊരു ക്രിസ്തുവായി തീരേണ്ടവനാണ്. അങ്ങനെയെങ്കിൽ നാം ആയി തീരേണ്ടവൻ പട്ടുമെത്തകളിൽ ഉറങ്ങിയവനല്ല, പിന്നെയോ പിറക്കുവാൻ നല്ലൊരിടം കിട്ടാത്തവൻ, ജനിച്ചിടം നശിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തപ്പെട്ടവൻ, കിടന്നുറങ്ങാൻ ഒരു പിടി ഭൂമി സ്വന്തമാക്കാത്തവൻ, ചുങ്കക്കാരനെയും ഗണികളുടെയും ചങ്ങാതി എന്ന ആരോപണങ്ങൾ ഏറ്റുവാങ്ങിയവൻ, കടലിന്റെ കോള് പിടിച്ച രാവുകളിൽ ഏകനായവൻ, സ്വദേശത്തെ അവഗണന ഏൽക്കേണ്ടി വന്നവൻ, ഒറ്റുകൊടുക്കുന്നവനോട് കൂടെയും അത്തോളമുണ്ടവൻ, നെഞ്ചുനോവിന്റെ ഗത്സമിനികൾ ഏറ്റെടുത്തവൻ. തീരുന്നില്ല വഞ്ചനയുടെ ചുടുചുംബനം, തള്ളിപ്പറച്ചൽ, കാൽവരി, ആണിയുടെ മൂർച്ച, കുരിശുമരം, അപ്പന്റെ നിശബ്ദത, കുത്തിത്തുറക്കുന്ന ഹൃദയം, അമ്മയുടെ നെഞ്ചുലയ്ക്കുന്ന മൗനം, ഇതൊക്കെ കാണിച്ചിട്ട് അവൻ നമ്മോട് പറയും, ദേ എൻ്റെ മുറിവുകളിൽ നിന്ന് നീ പഠിക്കണം. ഓരോ പുരോഹിതനും ക്രിസ്തുവിൻ്റെ മുറിപ്പാടുകൾ മേനിയിലും മനസ്സിലും പേറേണ്ടവനാണ്. ഒടുവിൽ ഈ ഭൂവിലെ വാസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവൻ നമ്മുടെ മേനിയും മനവും നോക്കും. അവിടെ തൻ്റെ മേനിയിലെ മുറിപ്പാടുകൾ ഉണ്ടോ എന്ന് തിരയും. അതാണ് പൗരോഹിത്യത്തിൻ്റെ മഹനീയത. അളന്നു തൂക്കുവാനുള്ള അളവുകോൽ, ചുരുക്കി പറഞ്ഞാൽ ഗോതമ്പ് മണി കണക്ക് ജീവിക്കണമെന്നർത്ഥം. ചങ്കുറപ്പുണ്ടാവണം, മണ്ണിൽ വീണഴിയുവാനും കല്ലിൽ വീണ് പൊടിയാനും. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നില്ലെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. വിശുദ്ധ യോഹന്നാൻ 12:24. നാം ഭക്ഷിക്കുകയും ഭക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമേ സാക്ഷാൽ ദിവ്യകാരുണ്യ ഐക്യമുണ്ടാകുന്നുള്ളൂ എന്ന് വിശുദ്ധ തോമസ് അക്വിനാസ്. ഈശോ തൻ്റെ കരങ്ങളിലെടുത്ത് അനേകർക്കായി വിളമ്പി നൽകുന്നവനാണ് ഓരോ പുരോഹിതനും. ശരിക്കും ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് തൻ്റെ ജീവിതം മുഴുവൻ മാനവരാശിക്ക് വിളമ്പി നൽകാനായിരുന്നു. തൻ്റെ അടുത്ത് വിശന്നെത്തിയവർക്ക് അവൻ അപ്പം നൽകി, മുടന്തിനെ നൃത്തം അഭ്യസിപ്പിച്ചു, ബദിരിന്റെ അതിരങ്ങളിൽ ഗാനം തിരിച്ചു നൽകി, മരിച്ചവന് ജീവന്റെ തീർത്ഥം നൽകി. തൻ്റെ മുന്നിലെത്തി എല്ലാവർക്കും ഈശോ ഒന്നുപോലെ സ്നേഹം വെച്ച് വിളമ്പി. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ വരികൾ പോലും വിളമ്പപ്പെട്ടത് തന്നെ. ദേ ഈ നിമിഷം നീ അത് ഭക്ഷിക്കുന്നു, അങ്ങനെയെങ്കിൽ ഞാനും നീയും എല്ലാം തന്നെ വിളമ്പപ്പെട്ടവ തന്നെ. നമ്മുടെ സ്നേഹ പരിസരങ്ങളിൽ വിശക്കുന്നവരെ വയറു നിറച്ചൂട്ടാൻ ഈശോ ഭൂമിയിലേക്ക് വിളമ്പി നൽകിയവൻ. ഒരുപക്ഷെ അതിൻ്റെ നിന്റെ നിയോഗം ഒരു പുരോഹിതനായി തമ്പുരാന് വേണ്ടി സ്വയം മുറിച്ച് വിളമ്പുവാനാകും. വിരുന്നൂട്ടുവാൻ കൈകളിൽ വിഭവങ്ങൾ കുറച്ചാണെന്നോർത്ത് ശങ്കിക്കരുത്. ഈശോയുടെ കരങ്ങളിലേറിയ 5 അപ്പവും 2 മീനും കണക്ക് അവൻ മുറിച്ച് വിളമ്പുമ്പോൾ നീ 10,000 ഊട്ടാൻ തക്ക ശേഷിയുള്ളവനായി മാറും. പക്ഷേ അതിനായി സ്വയം മുറിയുവാൻ നീ അവന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കണം. അവൻ നിങ്ങളെ കതിർക്കറ്റകൾ പോലെ തനിക്കായി ശേഖരിക്കുന്നു. നഗ്നമാക്കുവാൻ വേണ്ടി അവൻ നിങ്ങളെ മെതിക്കുന്നു. ഉമിയിൽ നിന്ന് മോചിപ്പിക്കുവാൻ അവൻ നിങ്ങളെ പാറ്റുന്നു. അവൻ നിങ്ങളെ പൊടിച്ച് ശുഭ്രവർണ്ണമാക്കുന്നു. മൃദുലമാകും വരെ അവൻ നിങ്ങളെ കുഴയ്ക്കുന്നു. ദൈവത്തിൻ്റെ ദിവ്യമായ വിരുന്നിൽ അപ്പമായി തീരുവാൻ വേണ്ടി അവൻ നിങ്ങളെ തൻ്റെ യാഗാഗ്നിയിൽ അർപ്പിക്കുന്നു. എന്നാൽ ഭീതി മൂലം നിങ്ങൾ സ്നേഹത്തിൻ്റെ സമാധാനവും ആനന്ദവും മാത്രമാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഈ സ്നേഹത്തിൻ്റെ മെതി നിലത്ത് കിടന്ന് കടന്നു പോകുന്നതാണ് മക്കളെ നല്ലത്. ഖലീൽ ജിബ്രാന്റെ ഈ മനോഹരമായ വരികൾ നമുക്കൊരിക്കൽ കൂടി ഓർക്കാം. പ്രിയപ്പെട്ട അച്ഛന്മാരെ, ഡീക്കന്മാരെ.